ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഷോർട്ട് കുർത്തിയുടെ കട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഞാൻ ഷോർട്ട് കുർത്തി തയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന മെറ്റീരിയൽ. അപ്പോൾ ഇത് എത്ര വേണം എന്നുള്ളത് ഞാൻ പറയാം. ഓരോരുത്തരുടെ സൈസിനനുസരിച്ച് എടുക്കുന്ന മെറ്റീരിയലിൻ്റെ അളവിൽ വ്യത്യാസം വരുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്ലീവൊക്കെ ഫുൾ സ്ലീവാണ് വെക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ തുണി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളിലേക്കൊക്കെ പോകാം കേട്ടോ. ഈ ഒരു തുണിയുടെ പ്രിൻറ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമുക്ക് ഒരൊറ്റ പ്രിൻറ്റ്, അതായത് ഇപ്പോൾ മുകളിലേക്ക് മാത്രം ഒരു ഡിസൈൻ ഇങ്ങനെ വരുന്നൊരു പ്രിൻ്റാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ട് വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുമിച്ചിട്ട് വെട്ടാൻ പറ്റത്തില്ല, രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വെട്ടണം. ഇതിപ്പോൾ നമുക്ക് ഒരെണ്ണം താഴേക്കും ഒരെണ്ണം മേലേക്കുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ട് വെട്ടുന്നതിൽ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ടാണ് കേട്ടോ വെട്ടുന്നത്. 2 മീറ്റർ തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ ഒരു ഷോർട്ട് കുർത്തി തയ്ച്ചെടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഫുൾ സ്ലീവൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചൊക്കെ തുണി എടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സൈസൊക്കെ ഇച്ചിരി വണ്ണം കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ തുണി എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ നോർമലി കുർത്ത എങ്ങനെയാണോ ഫോൾഡ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കുർത്ത സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ ഫോൾഡ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് എന്തായാലും ഒരു പേപ്പറിനകത്ത് കാണിച്ചു തരാം. ഈ ഒരു ചെറിയൊരു പേപ്പറാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് മടക്കിയിട്ടിരിക്കുന്നതെന്ന്. ഇതാ ഇതിങ്ങനെ ആദ്യം ഞാൻ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത്, അപ്പോൾ ഇത് ഓപ്പൺ സൈഡാണ്, ഇത് ഫോൾഡിങ് സൈഡ് കേട്ടോ. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തു. അപ്പോൾ ഇത് ഫോൾഡഡ് സൈഡ്, ഇവിടെ ഓപ്പണിങ് സൈഡ്, ഇവിടെ ഫോൾഡിങ് വരുന്നുണ്ട്, ഇവിടെ ഓപ്പണിങ് വരുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്താം. അപ്പോൾ ഇതാ എനിക്ക് ഫുൾ ലെങ്ത് ഞാൻ അടയാളപ്പെടുത്തുന്നത് എനിക്കൊരു 28 ഇഞ്ചാണ് ഫുൾ ലെങ്ത് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 28 കൊണ്ട് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. 28. അപ്പോൾ ഈ ഒരു 28 നമ്മൾ മാർക്ക് ചെയ്തല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് ഞാൻ ഒന്നുകൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അത് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചീത്ത വശത്തിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ആ മാർക്ക് ചെയ്തെടുത്തുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ബാലൻസ് തുണി നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉള്ള തുണി എടുത്തിട്ടിട്ട് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇത്രയാണ് ഒരു ബോഡി പാർട്ടിന് വേണ്ടി ആവശ്യമായിട്ട് വരുന്നത്. നമുക്ക് ആദ്യം ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോൾഡർ ഞാനൊരു 7 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. 7 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് ഞാനൊരു 3 ഇഞ്ചേ എടുക്കുന്നുള്ളൂ. 3 ഇഞ്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി തുറക്കുമല്ലോ. അപ്പോൾ 3 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തി എടുക്കുന്നത്. ആം ഹോള് ഞാൻ 7 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. 7 ഇഞ്ച് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെസ്റ്റ് നോക്കണം. ചെസ്റ്റ് നമുക്ക് 34.5 ഇഞ്ചാണ് കറക്റ്റായിട്ട് വരുന്നത്. 34 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമുക്ക് എത്ര വരും? 9.25 വരും. 9.25. അപ്പോൾ അത് ഇവിടെ വെച്ചൊന്ന് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒരു 2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിടാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് 1 ഇഞ്ചോ അല്ലെങ്കിൽ 3/4 ഇഞ്ചോ, ഞാനൊരു 3/4 ഇഞ്ച് ഇടാം. 3/4 ഇഞ്ച് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു കർവ് പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ചരിച്ചൊന്ന് കുഴിച്ചൊന്ന് വരയ്ക്കാം. നമുക്ക് ഈ ഒരു മുകളിൽ നിന്ന് ഒരു 10 ഇഞ്ച് താഴേക്ക് വരയ്ക്കുമ്പോൾ 10 അല്ലെങ്കിൽ ഒരു 10.5 ഇഞ്ച് താഴേക്ക് വരുമ്പോഴാണ് നമുക്ക് ബസ് പോയിന്റ് വരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്കൊരു ലൈൻ ഇട്ട് കൊടുക്കണം. ഇതാണ് ബസ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ബേസ്റ്റ് റൗണ്ട് നമുക്ക് വരുന്നത് 37.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത്, പകുതിയല്ല, അതേ ഡിവൈഡഡ് ബൈ 4.
അത് നമുക്ക് 9.375 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് റൗണ്ട് ചെയ്ത് എത്ര ഒരു 9.5 ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയത്തിലൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. ഒരു 2 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നത് ഒരു 14.5 ഇഞ്ചിലൊക്കെയാണ്. മുകളിൽ നിന്ന് താഴേക്ക് ഒരു 14.5 ഇഞ്ചിലാണ് നമുക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നത്. 14.5 14.75 ഓക്കെ, ഒരു ഇഞ്ചിലാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നത് 33 ഇഞ്ചാണ്. അപ്പോൾ 33 ഇഞ്ചിൻ്റെ 4 33 ഡിവൈഡഡ് ബൈ 4 അത് നമുക്ക് വരുന്നത് 8.25 അപ്പോൾ 8.25 ഞാൻ മാർക്ക് ചെയ്തു. ഒരു 2 ഇഞ്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വരച്ചു, സീം അലവൻസ് ആയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. നമുക്ക് സ്ലിറ്റ് ലെങ്ത് കണ്ടുപിടിക്കണം. അതിന് ഇവിടെ മുകളിൽ നിന്ന് താഴേക്ക് ഇവിടെ ഒരു 20 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 19.75 20 ഇഞ്ചിനകത്ത് വരും കേട്ടോ. 19.75 20 ഇഞ്ച്. ഞാനിവിടെ 20ന് തൊട്ട് മുകളിലുള്ള ആ ഒരു ലൈനാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, 20 ഇഞ്ചിൽ ഞാൻ സ്ലിറ്റിൻ്റെ ലെങ്ത് അത് ഞാൻ മാർക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ വരുന്നത് എനിക്ക് 38 ഇഞ്ചാണ് നമ്മൾ സ്ലിറ്റിൻ്റെ ലെങ്ത് നമ്മളിവിടെ മാർക്ക് ചെയ്തില്ലേ. അപ്പോൾ ഈ ഒരു പോർഷനിൽ എനിക്ക് വണ്ണം വരുന്നത് 38 ഇഞ്ചാണ്. അപ്പോൾ 38 ഡിവൈഡഡ് ബൈ 4 വരുമ്പോൾ നമുക്ക് 9.5 വരും. 9.5യുടെ കൂടെ നമ്മൾ ഒരിക്കലും 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കരുത്. അപ്പോൾ എന്തായാലും 9.5 നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, 9.5 മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ വേറും ഒരു 1 ഇഞ്ച് മാത്രമേ നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടാൻ പാടുള്ളൂ. ഓക്കെ, 1 ഇഞ്ച് മാത്രമേ കൂട്ടാൻ പാടുള്ളൂ. ഇങ്ങനെ താഴോട്ട് നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഇതെന്തായാലും ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. എന്തായാലും മാർക്ക് ചെയ്തെടുക്കാണ്. ഇതാ ഇവിടെ നിന്ന് നേരെ താഴേക്ക് വരയ്ക്കാം. നമുക്ക് നെക്ക് മാർക്ക് ചെയ്യണം. നെക്കിന് ഞാനൊരു 5.5 ഇഞ്ചാണ് ഫ്രണ്ട് നെക്കായിട്ട് എടുക്കുന്നത്. 5.5 ആണോ? അല്ല, 5.25 ഞാനൊരു ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. 5.25 ഇഞ്ച്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ബോക്സ് പോലെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് ഇങ്ങനെ റൗണ്ടിന് വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു വി കൊടുക്കാം. ഓക്കെ, ഇതാണ് ഞാൻ ഫ്രണ്ട് നെക്കിന് വേണ്ടി ചെയ്യുന്നത്. ഓക്കെ, ബാക്ക് നെക്ക് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് ഞാനൊരു 1.25 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. അതും ഇതുപോലെ ചെറിയൊരു ബോക്സ് വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ചെറിയൊരു റൗണ്ട് ഞാൻ വരയ്ക്കുകയാണ് കേട്ടോ. ചെറിയൊരു റൗണ്ട് ഞാൻ ഇതിനകത്തും വരച്ചു. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് നമുക്ക് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് കേട്ടോ. എന്നിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അരയിഞ്ചോ 4 ഇഞ്ചോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 2-3 വര വരച്ചു കേട്ടോ. ഓക്കെ, നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ഒരു നെക്ക് കട്ട് ചെയ്യരുത്. ആദ്യം തന്നെ നമ്മൾ ഒന്ന് ഇങ്ങനെ ആം ഹോളിൽ നിന്ന് കട്ട് ചെയ്ത് വരിക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡിലൂടെ ഒന്ന് മാർക്കിങ്ങിലൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഈ ബാക്ക് നെക്ക് കട്ട് ചെയ്യാം.
ബാക്ക് നെക്ക് കട്ട് ചെയ്തു. ഫസ്റ്റ് ബാക്ക് നെക്ക് വേണം കട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ദാ ഇവിടെ ജോയിൻ്റ് ആയിട്ട് ഇരിക്കുമായിരിക്കും, അതൊന്ന് വിടുവെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മളിവിടെ ഒരു ഷോൾഡർ സ്ലോപ്പ് വരച്ചില്ലേ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഒക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തായിരുന്നു, അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പീസ് മാറ്റാം. ബാക്ക് പീസ് മാറ്റിയിട്ട് ഫ്രണ്ട് പീസ് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഞാനൊരു ഫ്രണ്ട് പീസ് പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനിലെ ഈ ഒരു ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടാം. ഇതാ ഇപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ദാ ഇവിടെ 1 മീറ്ററിൻ്റെ ഒരു ലൈനിങ് തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ ടോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണോ ഫോൾഡ് ചെയ്തിട്ടത് അതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിടുക കേട്ടോ. ഇനി നമുക്കിതിന് പുറത്തേക്ക് നമ്മൾ നേരത്തെ വെട്ടി വെച്ചിരുന്ന ആ ഒരു മെയിൻ ക്ലോത്തിൻ്റെ ഏതെങ്കിലും ഒരു പീസ് നമുക്കിതിന് പുറത്തേക്ക് ഇടുക. അപ്പോൾ ഏറ്റവും നല്ലത് ബാക്ക് പീസ് ഇടുന്നതാണ്. ഞാനിവിടെ ഫ്രണ്ട് പീസാണ് ഇട്ടിരിക്കുന്നത്, എങ്കിലും കുഴപ്പമില്ല. ബാക്ക് പീസ് ആകുമ്പോൾ നമുക്ക് കറക്റ്റിന് അതുപോലെ തന്നെ വെട്ടിയെടുത്താൽ മതി. ഇത് ആം ഹോളിന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്, അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. അപ്പോൾ നമ്മളിതിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ഈ ഒരു ഷോൾഡർ സ്ലോപ്പ് മുതലാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്നത്. എന്നിട്ട് ഈ ഒരു ആം ഹോളിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ ആം ഹോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്യുന്നില്ല. ഞാൻ കുറച്ചൊന്ന് ഒരു പൊടിക്കൊന്ന് കയറ്റി വെട്ടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ബാക്ക് പീസ് ആയിരുന്നു എങ്കിൽ നമുക്കത് കറക്റ്റിന് അങ്ങ് വെട്ടിയെടുത്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ നേരത്തെ ഞാൻ ഫ്രണ്ട് പീസ് ഒന്ന് കുഴിച്ച് വെട്ടിയിരുന്നു, ഒരല്പം കുഴിച്ച് വെട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊന്ന് കയറ്റി വെട്ടിയത്. ഇത് നമുക്ക് എന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഒപ്പത്തിനങ്ങ് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഫോൾഡിങ് ഒന്ന് വിട്ടെടുക്കണം, ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ബാക്കിലേക്കുള്ളത് മാറ്റി, എന്നിട്ട് ഫ്രണ്ട് പീസ് ഒന്ന് ഈ ഒരു ലൈനിങ് ഇതാ ഈ ഒരു ഫ്രണ്ടിലെ മെയിൻ ക്ലോത്തിൻ്റെ പോലെ തന്നെ ഒന്ന് കുഴിച്ച് വെട്ടുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇത്രയും കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കി വന്ന ആ ഒരു തുണി എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തു. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്തു. ഇപ്പോൾ നമുക്ക് 2 സ്ലീവും കൂടി ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് കറക്റ്റിനൊന്ന് പിടിച്ച് നല്ലതുപോലെ ഇടുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് സ്ലീവിൻ്റെ ലെങ്ത്ത് എത്ര വേണമെന്നുള്ളത് അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാനിപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഒരു 16.5 ഇഞ്ചാണ് എടുക്കുന്നത്. 16.5 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാനിതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു 4 ഇഞ്ച് 3.5-4 ഇഞ്ചോളം ഒന്ന് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി എടുക്കാം. എന്നിട്ട് താഴത്തേക്ക് ഒരു 4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഒന്ന് ചരിച്ച് ഒരു സ്ലീവിൻ്റെ ഷേപ്പിനൊന്ന് ഇങ്ങനെ വരച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം.
അപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ? ഇനി നമുക്ക് ഇവിടെ ഒരു ഫോൾഡിങ് വരുന്നുണ്ട്. ആ ഒരു ഫോൾഡിങ് ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഈ സ്ലീവിന് ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. കണ്ടോ? ഇനി നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ഒന്ന് ഇറക്കി വെട്ടി കൊടുക്കണം. അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല, നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതൊന്ന് വെട്ടി മാറ്റാം കേട്ടോ. അപ്പോൾ ഷോർട്ട് കുർത്തിയുടെ കട്ടിംഗ് ഒക്കെ ഇത്രയേ ഉള്ളൂ. സ്റ്റിച്ചിങ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് കാണാം. ബൈ.